ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി ബി.ജെ.പി. നേതാവ് മോഹൻ ചരൺ മാഝിയും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി എൻ ചന്ദ്രബാബു നായിഡുവും ഇന്ന് ചുമതലയേൽക്കും. ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. കേരളത്തിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. സംസ്ഥാനത്ത് ബാലവേല ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ഒരു വർഷത്തെ സമഗ്ര കർമ്മ പദ്ധതിക്ക് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തുടക്കം കുറിക്കും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ അമേരിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. മുതിർന്ന ബി.ജെ.പി. നേതാവ് മോഹൻ ചരൺ മാഝി ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി ഇന്ന് ചുമതലയേൽക്കും. മുതിർന്ന ബി.ജെ.പി. നേതാക്കളായ ശ്രീ കനക് വർദ്ധൻ സിംഗ് ദിയോ, ശ്രീമതി പ്രവതി പരിദ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകും. ഭുവനേശ്വരിലെ ജനതാ മൈതാനത്ത് വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിമാരായ ജുവൽ ഒറാം, അശ്വിനി വൈഷ്ണവ്, ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം ചടങ്ങിൽ പങ്കെടുക്കും. 4 തവണ എം.എൽ.എ. ആയിട്ടുള്ള മാഝിയെ നേതാവായി തെരഞ്ഞെടുക്കാൻ ബി.ജെ.പി. നിയമസഭാ കക്ഷി ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നു. ബി.ജെ.പിക്ക് വോട്ട് ചെയ്ത സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ തന്റെ സർക്കാർ പരമാവധി ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മാഝി പറഞ്ഞു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി എൻ ചന്ദ്രബാബു നായിഡു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 4ാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലെത്തുന്നത്. രാവിലെ വിജയവാഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള കേസരപ്പള്ളി ഐ.ടി. പാർക്കിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ പുതിയ സർക്കാരിനായി അവകാശവാദം ഉന്നയിച്ച ശ്രീ നായിഡുവിനെ ഗവർണർ എസ് അബ്ദുൾ നസീർ സർക്കാർ രൂപീകരിക്കാൻ സ്വാഗതം ചെയ്യുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാജ്യത്തുടനീളമുള്ള ആളുകൾ തന്നോടുള്ള വാത്സല്യ സൂചകമായി മോദി കാ പരിവാർ എന്ന സമൂഹ മാധ്യമത്തിൽ ചേർത്തിരുന്നെന്നും അതിൽ നിന്ന് വളരെയധികം ശക്തി ലഭിച്ചെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ പേരും ഒരു കുടുംബമാണെന്ന സന്ദേശം ഫലപ്രദമായി കൈമാറിയ ജനങ്ങൾക്ക് മോദി നന്ദി പറയുകയും സമൂഹ മാധ്യമത്തിൽ നിന്ന് മോദി കാ പരിവാർ എന്നത് ഇനി നീക്കം ചെയ്യാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് സഹകരണ മന്ത്രാലയത്തിന്റെ പ്രവർത്തനം തുടർന്നും ഊർജിതമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ സേ സമൃദ്ധി എന്ന കാഴ്ചപ്പാടിനനുസരിച്ച് കർഷകരെ ശാക്തീകരിക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹകരണ മന്ത്രിയായി ചുമതലയേറ്റ ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. 3ാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ കേന്ദ്രമന്ത്രിമാർ ഇന്നലെ ഔദ്യോഗികമായി ചുമതലയേറ്റു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ, കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു, വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ തുടങ്ങിയവരാണ് ചുമതലയേറ്റത്. കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സ്ഥാനമേറ്റു. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. സംസ്ഥാനത്ത് ബാലവേല ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ഒരു വർഷത്തെ സമഗ്ര കർമ്മ പദ്ധതിക്ക് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തുടക്കമിടും. വിശദാംശങ്ങൾ. അന്തർദേശീയ തൊഴിൽ സംഘടനയുടെ ആഹ്വാനപ്രകാരം 2002 മുതലാണ് ജൂൺ 12 അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. അക്ഷരം കുറിക്കേണ്ട പ്രായത്തിൽ കുരുന്നുകളെ ബാലവേല ചെയ്യിക്കുന്നതിനെതിരെ പോരാടുന്നതിനായി ലോകവ്യാപക പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാനാണ് ദിനാചരണം ഉദ്ദേശിക്കുന്നത്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ഡാറ്റ അനുസരിച്ച് ദശലക്ഷക്കണക്കിന് കുട്ടികളാണ് മതിയായ വിദ്യാഭ്യാസം, ആരോഗ്യം, വിശ്രമം, അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ എന്നിവ നിഷേധിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ചുമതലകൾ നിറവേറ്റാം, ബാലവേല അവസാനിപ്പിക്കാമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 2025ഓടെ എല്ലാത്തരം ബാലവേലകളും പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രമത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജമ്മുകശ്മീരിലെ കത്വ ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു.
സേഡ സോഹാൽ ഗ്രാമത്തിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. സംഘർഷത്തിനിടെ പ്രദേശത്തെ ജനങ്ങളും വെടിയുതിർക്കാൻ തുടങ്ങിയതോടെ സുരക്ഷാസേന ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട്. 2 തീവ്രവാദികൾ കൂടി ഗ്രാമത്തിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയെ കരസേനാ മേധാവിയായി നിയമിച്ചു. ഈ മാസം 30-ന് അദ്ദേഹം ചുമതലയേൽക്കും. നിലവിൽ കരസേനാ ഉപമേധാവിയായ ഇദ്ദേഹം രാജ്യത്തിന്റെ 30ാമത് സൈനിക മേധാവിയായാണ് നിയമിതനാകുന്നത്. നിലവിലെ മേധാവി മനോജ് പാണ്ഡെയുടെ കാലാവധി ജൂൺ 30-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നിയമനം. അടുത്ത അധ്യയന വർഷം മുതൽ വർഷത്തിൽ 2 പ്രാവശ്യം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നതിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി UGC. നിലവിൽ ഒരു അധ്യയന വർഷത്തിൽ 1 തവണ മാത്രമാണ് പ്രവേശനം. വിവിധ കാരണങ്ങളാൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത നിരവധി വിദ്യാർത്ഥികൾക്ക് തീരുമാനം ഗുണം ചെയ്യുമെന്ന് UGC ചെയർമാൻ പ്രൊഫസർ മമിഡാല ജഗദേഷ് കുമാർ പറഞ്ഞു. ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി ഉൾപ്പെടെയുള്ള കിഴക്കൻ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ അടുത്ത 3-4 ദിവസം ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അതിശക്തമായ ഉഷ്ണതരംഗം വീണ്ടും ആരംഭിച്ചതായും ഉത്തർപ്രദേശ്, ഡൽഹി മേഖലകളിൽ അത് കൂടുതലായി അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ RK ജന്മണി ആകാശവാണിയോട് പറഞ്ഞു. 43 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും താപനില എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്കുണ്ട്. ഫിഫ ലോകകപ്പ് 3ാം റൌണ്ട് കാണാതെ ഇന്ത്യ പുറത്ത്. ഖത്തറിനെതിരായ മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ പരാജയം. ഇതോടെ ലോകകപ്പ് കളിക്കുകയെന്ന ഇന്ത്യയുടെ മോഹം ഇത്തവണയും പൊലിഞ്ഞു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഖത്തറിനെതിരെ ജയിക്കാൻ കഴിയുമെന്ന് തോന്നിയ നിമിഷങ്ങളിൽ ദക്ഷിണ കൊറിയൻ റഫറിയുടെ തെറ്റായ തീരുമാനം ഇന്ത്യയുടെ 2026 ഫിഫ ലോകകപ്പിൽ കളിക്കുക എന്ന മോഹത്തെ നുള്ളിയെറിഞ്ഞു. മികച്ച പ്രകടനത്തോടെ കരുത്തരായ ആതിഥേയർക്കെതിരെ ആദ്യ പകുതിയുടെ 37-ാം മിനിറ്റിൽ ലല്യൻ സുവാല ചാങ്തെ നേടിയ മിന്നും ഗോളിൽ ഇന്ത്യ മുന്നിലെത്തുകയായിരുന്നു. 2ാം പകുതിയിലും ഇന്ത്യ മികച്ച പ്രകടനം തുടരുന്നതിനിടെയാണ് റഫറിയുടെ കണ്ണില്ലാത്ത തീരുമാനമുണ്ടായത്. 75-ാം മിനിറ്റിൽ ഖത്തറിന്റെ മുന്നേറ്റത്തിൽ ഇന്ത്യൻ ഗോൾ പോസ്റ്റ് അപ്പുറത്തായി പുറത്തുപോയ പന്ത് അകത്തേക്ക് വലിച്ചിട്ടായിരുന്നു യൂസഫ് ഫൈമൻ ലക്ഷ്യം കണ്ടത്. റഫറിയുടെ തീരുമാനത്തിനെതിരെ ക്യാപ്റ്റൻ ഗുർപ്രീത് സിംഗ് സന്ധുവും ടീമംഗങ്ങളും ശക്തമായി പ്രതിഷേധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അധികം താമസിയാതെ മറ്റൊരു ഗോൾ കൂടി നേടി ഖത്തർ വിജയം ഉറപ്പാക്കി. പരാജയപ്പെട്ടെങ്കിലും അടുത്ത കാലത്തൊന്നും കാണാത്ത വിധം മികച്ച ഫുട്ബോൾ പുറത്തെടുത്താണ് ഇന്ത്യ മടങ്ങുന്നത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ-അമേരിക്ക പോരാട്ടം. നാസോ കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇരു ടീമും തോൽവി അറിഞ്ഞിട്ടില്ല. മികച്ച നെറ്റ് റൺ റേറ്റുമായി ഗ്രൂപ്പ് എയിൽ ഇന്ത്യ 1ാം സ്ഥാനത്തും USA 2ാം സ്ഥാനത്തുമാണ്. ഇന്ന് രാവിലെ നടക്കാനിരുന്ന ശ്രീലങ്ക-നേപ്പാൾ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. അതേസമയം ഓസ്ട്രേലിയ-നമീബിയ മത്സരം പുരോഗമിക്കുകയാണ്. ന്യൂയോർക്കിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാൻ 7 വിക്കറ്റിന് കാനഡയെ പരാജയപ്പെടുത്തി. കാനഡ ഉയർത്തിയ 107 റൺസ് വിജയലക്ഷ്യം പാകിസ്ഥാൻ 15 പന്ത് ബാക്കി നിൽക്കെ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 2025 FIH ഹോക്കി പുരുഷ ലോകകപ്പ് ജൂനിയർ മത്സരങ്ങൾക്ക് ഇന്ത്യ വേദിയാകും. സ്വിറ്റ്സർലാൻഡിൽ ചേർന്ന അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിലാണ് തീരുമാനം. അടുത്ത വർഷം ഡിസംബറിലാണ് മത്സരം. ആദ്യമായാണ് ജൂനിയർ ലോകകപ്പ് മത്സരങ്ങളിൽ 24ഓളം ടീമുകൾ മാറ്റുരയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം മലേഷ്യയിൽ നടന്ന ജൂനിയർ മത്സരത്തിൽ ജർമ്മനിയായിരുന്നു വിജയി. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ആദ്യ റൌണ്ട് മത്സരത്തിൽ ഇന്ത്യയുടെ അനുപമ ഉപാധ്യായ മലേഷ്യൻ താരത്തെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം HS പ്രണോയ് ഇന്ന് ബ്രസീലിയൻ താരത്തെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി BJP നേതാവ് മോഹൻ ചരൺ മാഝിയും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി N ചന്ദ്രബാബു നായിഡുവും ഇന്ന് ചുമതലയേൽക്കും. ജമ്മുകശ്മീരിലെ കത്വ ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നു. കേരളത്തിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. സംസ്ഥാനത്ത് ബാലവേല ഉന്മൂലനം ചെയ്യുന്നതിനുള്ള 1 വർഷത്തെ സമഗ്ര കർമ്മ പദ്ധതിക്ക് മന്ത്രി V ശിവൻകുട്ടി ഇന്ന് തുടക്കം കുറിക്കും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ-അമേരിക്ക പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.